സംസാരം ഞാൻ കണ്ട്, പുള്ളിയുടെ ചെരുപ്പ് വെളിയിൽ കിടക്കുന്നത് ഞാൻ കണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് നിന്നുകൊണ്ട് ഫോണിൽ വിളിച്ചപ്പോൾ ഈ സതി ഫോൺ എടുത്തുകൊണ്ട് അപ്പുറത്തെ വശത്ത് പോയി. അപ്പോൾ എന്നിട്ട് പതുക്കെ സംസാരിക്കും. ഞാൻ ചേച്ചി കതക് തുറക്കെന്ന് പറഞ്ഞു. കതക് തുറക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ഭയങ്കര ഓട്ടായിട്ട് ചിരിച്ചുകൊണ്ട് തരും. ഞാൻ എന്തിന് എന്നെ കണ്ടപ്പോൾ ഓടി, ഒരു തെറ്റില്ല, അവർ രണ്ടുപേരുടെ ഭാഗത്ത് കുഴപ്പമൊന്നുമില്ലെങ്കിൽ എന്തുകൊണ്ട് എന്നെ കണ്ടപ്പോൾ ഓടി, എനിക്ക് അതിന് മറുപടി വേണമെന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും ഒരു അക്ഷരം. എനിക്ക് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്തിനാ ഓടി എന്നുള്ളത്. തെറ്റെന്ന് തന്നെ കൂട്ടിക്കോ, തെറ്റ് ചെയ്ത് തെറ്റെന്നുണ്ടാന്ന് വെച്ചോ, തീർന്നേ. ഓരോന്നും ഞാൻ പുള്ളിയോട് പറഞ്ഞ വില പുള്ളി കേൾക്കാത്തപ്പോഴാണ് ഞാൻ അവളോടും പറഞ്ഞു, ചേച്ചി ഇത് ശരിയല്ല, എൻ്റെ ക്യാരക്ടർ പ്രത്യേക ക്യാരക്ടറാണ്, നിന്നെ പോലെ ദേഷ്യപ്പെടാൻ എനിക്ക് അറിയത്തില്ല, ഞാൻ മയത്തിൽ സംസാരിച്ചോളാം, ഞാനത് പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. സത്യാവസ്ഥയില്ലാത്ത കാര്യം പറയുന്നത്, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇന്നത് പകലി കള്ളത്തരമാണ്. അല്ല സന്തോഷ്, പിന്നെ ഇതിനകത്ത് ഇപ്പൊ അവിടെ ജയിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ചെയ്തില്ലെങ്കിൽ ഞാൻ ദേഷ്യം കൊണ്ട് നിങ്ങൾ പറയുന്നതാ സന്തോഷ്. അത് നിങ്ങൾ പെട്ടെന്ന് ദേഷ്യം വരും, ചുമ്മാ വെറുതെ ഒരാളിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് അതെ അങ്ങനെ എന്തുവാണെങ്കിലും ചെയ്തോന്ന് പറയും നമ്മുടെ ദേഷ്യത്തിന്. പക്ഷേ ഇപ്പോ ഞാൻ ചോദിക്കുന്ന കിടത്ത് അതല്ല. ഇത്രയും ആരോപണങ്ങളും പ്രശ്നങ്ങളും വന്ന് നിങ്ങൾ അയ്യോ ആ കൊച്ചിന്റെ ജീവിതം തകരും, ആ കൊച്ചങ്ങനെ, ആ കൊച്ചിനെ പറയരുത്, നീ ഒരു കൊച്ചിന്റെ ജീവിതം, 2 ജീവിതം തകർന്ന് നിങ്ങളുടെ കുഞ്ഞിന്റെ ഭാവി അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് ഒട്ടും പ്രശ്നമല്ല. ഇടീ നമ്മുടെ കുടുംബാരി ഇവിടെ വന്ന് പറയരുത്, നമ്മളൊപ്പമുള്ള പ്രശ്നം നമുക്ക് വീട്ടിൽ പോയി തീർക്കാമെന്ന് നിങ്ങൾ ഇതുവരെയും പറഞ്ഞ് ഞാൻ കേട്ടില്ല. ആ കൊച്ചിന്റെ ജീവിതം തകരും, ആ കൊച്ചങ്ങനെ, അതാണ് മനസ്സിലായില്ലേ. ഈ കൊച്ചെന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള ഒരു പൊടിക്കൊച്ചല്ല, 33 വയസ്സ് കഴിഞ്ഞൊരു സ്ത്രീയാണ് അവര്, മനസ്സിലായില്ലേ. അവർക്ക് മുതിർന്ന മക്കളായി തുടങ്ങി, അവരുടെ ജീവിതം തകർന്നതിനെ പറ്റിയേ നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ ഈ ലോകത്ത് ആര് പറഞ്ഞ് ആര് നാറിയാലും വേണ്ടുമില്ല, ഞാൻ അവിടെ പോകുമെന്നും പറഞ്ഞ് ഒറ്റക്കാലിൽ നിങ്ങൾ നിൽക്കുന്നതിന്റെ പേരിൽ മാത്രമാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. ഇപ്പോഴും നിങ്ങൾ പറയുന്നില്ല, നിങ്ങൾ ഒരു നല്ല മനുഷ്യൻ, അന്തസ്സുള്ള ഒരു പുരുഷനായിരുന്നു എങ്കിൽ നിങ്ങൾ ഈ പേര് വന്നപ്പോൾ തന്നെ ആ സ്ത്രീ, മറ്റൊരു സ്ത്രീ നല്ല രീതിയിൽ സഹകരിച്ച് സ്നേഹമായിട്ട് കഴിഞ്ഞ് നമ്മളെ സഹായിച്ചൊരു സ്ത്രീയാണ്. അവരുടെ വീട്ടിൽ ഇനി പോയിട്ടൊരു നാറ്റക്കേസ് ഉണ്ടാക്കരുത്. അവരോടും പറയുന്നത് കേട്ടോ, ഇവർക്ക് വിവരമില്ലാതെ ഇങ്ങനെയൊക്കെ പറയുകയാണ്, നാളെ നാട്ടുകാരൊക്കെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ മോശമാകും. നിങ്ങൾ അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ വരുന്നില്ല എന്ന് പറഞ്ഞെങ്കിലൊരു ബഹുമാനം നിങ്ങളോടുണ്ടായേനെ, ഈ സ്ത്രീക്കും ആ ഒരു ഭയം നിങ്ങളോടുണ്ടായേനെ. ഈ ഒരു നിമിഷം വരെയും നിങ്ങൾ ആ കൊച്ചിൻ്റെ ജീവിതത്തിനെ കുറിച്ച് വളരെ ആശങ്കാകുലരാണ് നിങ്ങൾ. ഈ സ്ത്രീയുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ, ഈ സ്ത്രീയുടെ ജീവിതം ഇവള് തന്നെ നശിപ്പിച്ച ജീവിതം. അങ്ങനെ പറയരുത് സന്തോഷം. ഇതിപ്പോ ഞാൻ പറയട്ടെ, ഞങ്ങൾ കുളത്തോടെ താമസിക്കുന്നത്, ഞാൻ അവളോട് താമസിക്കുക, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം എന്തോന്ന് വേറെ ഒരു കുഞ്ഞുങ്ങൾക്ക് വരില്ല. ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം. ഇപ്പം പുറത്തുനിന്ന് മേഡം ഇന്നാണ് എന്നെ ഫസ്റ്റ് കാണുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്തോന്നല്ല, ഞങ്ങൾ തമ്മിലുള്ള വിഷയങ്ങൾ എന്തോന്ന് ഒരിക്കലും ഒരു കുഞ്ഞിനും അറിയത്തില്ല. പിന്നെ ഞാൻ സംസാരിച്ചിട്ടും കാര്യമില്ല. അല്ല അതുകൊണ്ടല്ല സന്തോഷം, ഇവിടെ വരുന്ന എല്ലാം വന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ പരിവാരങ്ങളായിട്ട് നിങ്ങളുടെ പുറകെ വന്ന് നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ല എന്റെ വിഷയം അല്ല, ഞങ്ങളുടെ കുടുംബ വിഷയം എന്തുവന്ന് ആർക്കും അറിയത്തില്ല, എന്തുകൊണ്ടെങ്കിലും ആയി തീർന്നോ ആർക്കും അറിയത്തില്ല. നിങ്ങളിപ്പോ ഇവിടെ ഈ സംസാരിച്ച കാര്യങ്ങൾ വെച്ചിട്ട് എന്താണ് നിങ്ങളുടെ ഉള്ളിലിരിപ്പെന്ന് അറിയാൻ പറ്റൂല. ഞങ്ങൾക്ക് ഇവിടെ വരുന്ന കാര്യങ്ങൾ രണ്ടുപേരും പറയുന്നതിൽ നിന്നും കിട്ടുന്നത് വെച്ചാൽ സംസാരിക്കും. ഞാൻ തുറന്ന് സംസാരിക്കുന്ന, ഞാൻ ഒളിച്ചു വെച്ച് ഇതുവരെ തുറന്ന് പറയുന്നത് ഒരു ബന്ധമില്ല, സ്ത്രീയുടെ ജീവിതം കളയരുത് എന്നാ പറയുന്നത്. ആ സ്ത്രീ ഒരുപാട് സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങൾ അവരോട് പറഞ്ഞു, നീ അങ്ങനെയാണ് മറ്റതാ മറിച്ചതാ ആനയാ ചേരാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ എന്നായി. അങ്ങനെ ഉറപ്പ് തരണം, കാരണം നിങ്ങളുടെ ഭാഗം ന്യായമാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടാനാണ് എന്ന് ഞാൻ എടുത്തു പറഞ്ഞു അവരോട്. അല്ലെങ്കിൽ ആ വാക്ക് ഇവിടെ ജഡ്ജിങ് പാനലിന് മുമ്പിൽ നിങ്ങൾ പറയണം. മേലിൽ സന്തോഷം അനാവശ്യമായിട്ട് നേരിട്ടോ അല്ലാതെയോ എൻ്റെ കാര്യങ്ങൾ ഇടപെടുകയോ വരികയോ ചെയ്യില്ല, അതിന് ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾ വാക്ക് പാനലിനോട് പറയൂ. കാരണം ഇവിടെ അത് നമ്മൾ എഴുതും. അപ്പോൾ അവരതിന് ആ വാക്ക് പിന്നെ റിപ്പീറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരിവരോട് അതൊക്കെ വിടും. ഞാൻ ചോദിക്കുന്ന വേറൊരു ചോദ്യത്തിനുള്ള ഉത്തരം പറയണം. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് എന്തിന് എൻ്റെ ജീവിതം വലിച്ചഴച്ചിട്ടു? അതെങ്ങനെ എൻ്റെ ജീവിതം വലിച്ചഴക്കുന്നു? എൻ്റെ വീട്ടിൽ ഞാൻ ഒരാളിന്, ഒരു അന്യപുരുഷന് ആവശ്യത്തെ കവിഞ്ഞ സ്വാതന്ത്ര്യം കൊടുക്കുകയും ആ വീട്ടിൽ അല്ല, അവള് വിളിച്ചോണ്ട് പോകുന്നിടത്തൊക്കെ നിങ്ങൾ പോകും. അപ്പൊ ഇനി നിങ്ങൾക്ക് താല്പര്യമുള്ള വീട്ടിൽ ഇയാളെ വിളിച്ചോണ്ട് പോകും. ഇല്ല, എന്റെ സ്വന്തം വീട്ടിൽ എന്റെ പപ്പ മരിച്ചണൊക്കെ ഒരു മൂത്ത മരുമോനാ വന്ന ഒരു കാര്യത്തിൽ സഹകരിച്ചില്ല. വന്ന അടക്കത്തിന് അന്യ ആൾക്കാർ വന്ന് സഹകരിക്കുന്ന പോലെ സഹകരിച്ചിട്ട് പോയ പുള്ളിയായത്. ഞാൻ പോയല്ലോ, ഞാൻ സഹകരിച്ച് അടക്കം കഴിഞ്ഞിട്ടാണല്ലോ വന്നത്. ആ ഒരു സമയത്ത് മാത്രം വന്നു, പിന്നെ ഒന്നിനും വന്നിട്ടില്ല, ഒന്നിനും ഇല്ല. നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ കുടുംബത്തോ എന്തെങ്കിലും ആവശ്യം വന്നാൽ പുള്ളി വരത്തില്ല. ഈ പറഞ്ഞ പോലെ ഓട്ടോ കത്തിയതിന്റെ പിറ്റേ ഞായറാഴ്ച മാർച്ച് 15-ാം തീയതി കൂട്ടുകാരൻ്റെ കൂടെ ജോലിക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കോട്ടയത്തിന് പോയ വ്യക്തിയായത്. അപ്പോൾ ഇതിന് മുമ്പ് പുള്ളി പറയുന്നത് ഇനി എന്തായാലും അവൾക്ക് നാണക്കേടായി, അപ്പോൾ എൻ്റെ മേൽവിലാസത്തിൽ പറയട്ടെ, എൻ്റെ മേൽവിലാസത്തിൽ അവൾ അറിയപ്പെടണം, അതിന് നീ സമ്മതിക്കണം എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല,
അപ്പോഴും പുള്ളി പിറ്റേന്ന് ജോലിക്ക് കോട്ടയത്തിന് പോകാൻ ഒരുങ്ങി നിന്നപ്പം എനിക്കൊരു പേടി. ഇനി അന്നേരം അവൾ പറയുന്നത് അവരുടെ വീടെല്ലാം വാടകയ്ക്ക് കൊടുത്തിട്ട് അവളും പിള്ളേരെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകും. അപ്പോൾ എനിക്ക് പേടി ഇനി ഇവർ രണ്ടുപേരുടെ പോവുകയാണെന്ന് കരുതി ഞാൻ വനിതാ സെല്ലിൽ ഒരു പരാതി കൊടുത്തു. കൊട്ടാരക്കര കൊടുത്തു. കൊട്ടാരക്കരയിൽ നിന്ന് അച്ചാച്ചനെ വിളിച്ചപ്പോൾ ഞാൻ കോട്ടയത്തിന് പോയിക്കൊണ്ടിരിക്കുക, അത് തിങ്കളാഴ്ച നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചു. അത് എനിക്ക് തിങ്കളാഴ്ച വരാൻ പറ്റത്തില്ല, വെള്ളിയാഴ്ച വരാമെന്ന് പറഞ്ഞു. സമ്മതിച്ചിട്ട് ഇവിടുന്ന് ഞായറാഴ്ച മാർച്ച് 15-ാം തീയതി പോയി. 17-ാം തീയതി ഫോൺ സ്വിച്ച് ഓഫ് ആയി. പിന്നെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, ഒന്നുമില്ല. എവിടെ പോയി എന്തോ ഒരു കാര്യം അറിയാൻ പോയി. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ച് വിളിക്കുമെന്ന് വിചാരിച്ചതിന് വിളിക്കുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു. ഇതുപോലെ ജോലിക്ക് പോയതാ കാണുന്നില്ല എന്നും പറഞ്ഞ് പരാതി കൊടുത്തപ്പോൾ പുള്ളി കോട്ടയത്തിന് സജി എന്നൊരു കൂട്ടുകാരൻ്റെ അടുത്ത ജോലിക്ക് പോകുന്ന പറഞ്ഞപ്പോൾ ഞാൻ സജിയെ വിളിച്ചപ്പോൾ സജി പറഞ്ഞു അത് ഇവിടെ അങ്ങ് സന്തോഷം വന്നിട്ടില്ല. ഞാൻ ഇയാൾ കള്ളം പറയണ്ട, അവിടെ വന്നേന്നുള്ളത് എനിക്കറിയാം. സജി അവിടെ ഉണ്ടെങ്കിൽ ഫോൺ ഒന്ന് കൊടുക്കുക, കാരണം ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ട് ഫോൺ ഒന്ന് കൊടുക്കുക. അത് അവൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞായറാഴ്ച വന്നു, തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ആരോ ഫോൺ വിളിച്ച് ജോലിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അപ്പോഴേ ഇവിടുന്ന് പോയി എന്ന് പറഞ്ഞു. ഇവിടുന്ന് പോയിട്ട് അന്ന് വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് ഞാൻ ഡൽഹിക്ക് പോവുകയാടാ, ഞാൻ അവിടെ ചെന്ന് സിമ്മും എടുത്തിട്ട് നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വേറൊരു നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞിട്ടാ ഞാൻ ഡൽഹിയിലെത്തി, എനിക്ക് റൂമൊക്കെ ശരിയായിട്ടുണ്ട്, ഞാൻ ജോലി കിട്ടിയിട്ട് നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ 2 ദിവസത്തിന് അനക്കൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇയാൾ ആ നമ്പർ എനിക്ക് ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. അത് നമ്പർ ഇപ്പം ഞാൻ തരത്തില്ല, നീ 2 ദിവസം കൂടെ നോക്കിയിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ നിന്നെ വിളിക്കുമായിരിക്കും. പ്രത്യേകിച്ച് ഈ നമ്പർ നിനക്ക് തരരുതെന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാ പോയെന്ന് പറഞ്ഞു. അതുകൊണ്ട് തരത്തില്ലെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ ഞാൻ ചെറുക്കനെ വിളിച്ചു പോകുമ്പോൾ നമ്പർ തരത്തില്ല, ഞാനൊന്ന് വിളിച്ച് നോക്കിയിട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ആ നമ്പറിൽ വിളിച്ചപ്പോഴും ഒരു അമ്മച്ചിയെ എടുത്തേന്ന് പറഞ്ഞു. അത് സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചി അപ്പോഴേ അച്ചാച്ചൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തെന്ന് പറഞ്ഞു. ഫോൺ കൊടുത്ത് അവരോട് സംസാരിച്ചപ്പോൾ അവൻ ചോദിച്ചാൽ അത് അമ്മച്ചി ഏതാ? അത് ഞാൻ ഈ നിൽക്കുന്ന വീട്ടിലെ അമ്മച്ചിയാണ്, അവർ പിന്നെ ഈ വീട്ടിൽ അവരെന്നെ നിർത്തിയേക്ക്, ഞങ്ങൾ ഒരുമിച്ചാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ഫോൺ കട്ടായി. പിന്നെ 2-3 പ്രാവശ്യം വിളിച്ചപ്പോഴും ആ ഫോണിൽ കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ് ആയിരുന്നെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ട് അവൻ ഒന്നും കൂടി വിളിച്ചു നോക്കി. അപ്പോൾ എൻ്റെ അടുത്തിടെ ഒരു അമ്മച്ചിയുടെ കൂടെ നിൽക്കുക, അത് അവരെ അവന് ഉറുവെന്നല്ല കുളത്തൂപ്പുഴയുള്ള അവൻ്റെ പരിചയക്കാരേതോ അമ്മച്ചിയാണ്, അവരുടെ വീട്ടിലാണ് നിൽക്കുന്നത്, സമാധാനപ്പെടുക, അവൻ ജോലിക്ക് പോയത്, അവൻ ഇനി വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് ആ നമ്പറിൽ ഒന്നുകൂടി വിളിച്ചപ്പോൾ എടുത്തത് ഈ സതിയുടെ അമ്മയാണ്. സതിയുടെ അമ്മയുടെ ഫോണിൽ നിന്ന് വിളിച്ചിട്ടാണ് പുള്ളി പറഞ്ഞത് ഞാൻ ഡൽഹിയിലെത്തി, കുഴപ്പമൊന്നുമില്ല എന്ന്. അപ്പോഴെനിക്ക് സംശയം, കാരണം അവരറിയാതെ പുള്ളി എങ്ങും പോയിട്ടില്ല എന്ന്. അപ്പോഴത്തന്നെ ഞാൻ ആ നമ്പരും കൂടെ വെച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്നൊരു പരാതി കൊടുത്ത്, ഇതേപോലെ ഇവിടുന്ന് പോയിട്ട് എനിക്കൊരു വിവരവും അറിയാൻ വയ്യ, എവിടെയാണെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഈ നമ്പറിൽ നിന്നാണ് വിളിച്ചേക്കുന്നത്, ഒന്ന് വിളിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോഴേ എസ് ഐ വിളിച്ചപ്പോഴേ വിളിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു അത് പൈസ ഇല്ല, പോവാൻ വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് 2000 രൂപയ്ക്ക് സന്തോഷം വന്നാൽ 2000 രൂപ വണ്ടിക്കൂലിക്ക് ഞാൻ കൊടുത്തു വിട്ടു, അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് വന്നേന്ന് പറയുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഈ ആടും എല്ലാം കൊണ്ടുവന്ന ആടിനെ കൊടുത്ത പൈസയും എല്ലാം കൊണ്ടാണ് പുള്ളി പോയത്. പിന്നെ എന്തിനാണ് അവരുടെ കയ്യിൽ നിന്ന് 2000 രൂപ മേടിക്കാൻ പോയത്? അയാള് ആരും പറയാത്ത രീതിയിൽ ഒരു ബന്ധമായിരിക്കാം ചിലപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. നിങ്ങൾ ഇതുവരെ പറഞ്ഞ കേട്ടിടത്ത് ഒരു വീട്ടിനകത്ത് ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം ഒരു സ്ത്രീയോട് അളവ് കവിഞ്ഞ ഇതും കാണിച്ചു. അവരുടെ ചുറ്റുപാടിൽ അവരും അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പ്രതികരണശേഷി ഇല്ലാത്ത ഒരു അസുഖമായിട്ടുള്ള അപ്പച്ച മാത്രം ആ വീട്ടിലുണ്ട്. എല്ലാം അപ്പച്ചനുള്ള വീട് അങ്ങനെ പാവം വിഷമിച്ച് അവിടെ കിടക്കുക. അവിടെ അത് നടത്തി. ഭർത്താവും ഭാര്യ ഇപ്പുറത്ത് താമസിക്കുന്നിടത്ത് നിങ്ങളും അതിനെല്ലാം വളം വെച്ചു കൊടുത്തു. എന്നിട്ട് ആ സ്ത്രീയോട് തന്നെ പറയണേ അങ്ങനെയെന്നും പറഞ്ഞ് അവരെ തന്നെ ഇതിന്റെ കള്ളന്റെ കയ്യിൽ തന്നെ താക്കോലും നിങ്ങൾ ഏൽപ്പിച്ചു. അറിയുന്നില്ല, നിങ്ങൾ അറിയാതെ ചെയ്തതിന്റെ ഫലം. എന്നിട്ട് നിങ്ങൾ അതിന് നല്ല രീതിയിൽ ഒരു പബ്ലിസിറ്റി നിങ്ങൾ നാട്ടിൽ അങ്ങ് കൊടുത്തു, എല്ലാവർക്കും പോലീസ് സ്റ്റേഷനിലും കൊടുത്ത് നാട്ടിൽ മുഴുവൻ അതിപ്പോൾ അങ്ങനെ ആവുകയും ചെയ്തു. എന്തായാലും നിങ്ങൾ പറയാതെ നാളെ കുറച്ച് കഴിയുമ്പോൾ നാട്ടുകാർ തന്നെ കൈയോടെ പിടിച്ച് കൈകാര്യം ചെയ്തേനെ, ഒരുപാട് പേര് പിടിക്കാൻ ചെയ്തേനെ നിങ്ങൾ. പക്ഷെ നിങ്ങളായിട്ട് ചെയ്തപ്പോ ഇപ്പൊ കുറ്റക്കാരി നിങ്ങളായി, മനസ്സിലായില്ലേ? നാളെ അത് വേറെ രീതി ആവുമായിരുന്നു. ഇനിയും കൂടുതൽ പറഞ്ഞ് ഒരു ഭാര്യ എന്നുള്ള നിങ്ങളുടെ ഒരു അന്തസ് നിങ്ങൾ കളയരുത്. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ രണ്ടും മാറി മാറി പറയുന്ന ഒരു പക്വതയില്ലാത്ത ഒരു പെരുമാറ്റ ശൈലിയാണ്. ഒരു കുടുംബനാഥനായി ഇത്രയും പ്രായമായി 33 വയസ്സ്. എനിക്ക് തന്നെ കള്ളത്തരം പറഞ്ഞ് ഒളിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ പറയും, ഇനിയും പറയും, അങ്ങനെ തന്നെ പറയത്തുള്ളൂ. അങ്ങനെ തന്നെ പറയണം. പക്ഷെ നിങ്ങൾ കുറച്ചു മുമ്പേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ തന്നെ സംഭവിക്കും. ചായ തന്നില്ലെങ്കിൽ ചായ കുടിക്കും. ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ നിൽക്കും സന്തോഷം. എന്താണ് ഇപ്പൊ അവരുമായിട്ടുള്ള ബന്ധമാണോ കാര്യം? ആ ബന്ധമാണോ നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ ആ സ്റ്റാൻഡിൽ നിൽക്കൂ. അതാണോ നിങ്ങളുടെ പ്രശ്നം? അത് പറയൂ. നിങ്ങളുടെ അമ്മ വന്നിട്ടുണ്ടോ? ഒന്ന് അവരെ വിളിക്കാം കേട്ടോ. അവർ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് അവരെ ഒന്ന് വിളിക്കാം. അപ്പോൾ ഡൽഹിയിൽ ജോലിക്ക് വന്ന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് പറയും ആ കൊച്ചിന്റെ ജീവിതം ഞാനായിട്ട് തകർന്ന, നീ ഒരു കാര്യം ചെയ്ത് നീ സമ്മതിക്കും, എന്ത് വേണേലും തരാം. ഈ 3 മാസമായിട്ടും പോയിട്ടും അല്ലെ കുഞ്ഞിനെങ്ങനെയുണ്ട്, അല്ലെ കുഞ്ഞിന് സുഖമാണോ എന്നൊരു വാക്ക് വിളിച്ച് ചോദിച്ചിട്ടില്ല. അവളുടെ ജീവിതം തകർന്നു, നീ അവളെ കൂടെ നിർത്താൻ സമ്മതിക്കണമെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് മൊത്തം.
അപ്പോൾ ഞാൻ അതിനൊന്നും സമ്മതിച്ചിട്ടില്ല. കാരണം 1-ാം തീയതി വന്ന് കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ട് ഒരുക്കി വിടാൻ എന്തിനാ സന്തോഷം? നീ ആവശ്യമില്ലാത്ത കാര്യം അങ്ങനല്ലേ പറഞ്ഞു. എന്തോ നേടുന്നതുകൊണ്ട് ഒരിക്കലും എന്തോ നേടുന്നത് നീ എന്നെ നേടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നീ ആവശ്യമില്ലാത്ത കള്ളത്തരം പറഞ്ഞിട്ട് എന്നെ നേടാൻ നമുക്ക് ഉദ്ദേശിക്കുന്നുണ്ടോ? തെറ്റിദ്ധാരണയാണ്. കള്ളത്തരാണോ പറയുന്നത്? ഇതെല്ലാം കള്ളത്തരോ? കള്ളത്തരം പറഞ്ഞ് നീ നേടാൻ നീ ഉദ്ദേശിക്കുന്നെങ്കിൽ അച്ഛാ എന്നോട് പറഞ്ഞിട്ടില്ലേ? എന്തോ പറഞ്ഞതിന്റെ അടുത്ത് നീ ആദ്യം അത് വിഷയം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞേ ഫസ്റ്റ് നമ്മളായിട്ട് മോശം ഉണ്ടാക്കി മോശമായി പോന്നില്ല പറഞ്ഞേ. അല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല എന്ത് പറഞ്ഞേ? നമ്മളായിട്ട് വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ ഇവളോട് കൂടിയില്ല ആ വിഷയം മൊത്തം ഉണ്ടാക്കിയത്. അവളും കൂടെ കൂടി എന്തോ വിഷയം ഉണ്ടാക്കി അവിടെ പോയി സഹകരണം ചെയ്തിട്ടല്ലേ അങ്ങനെ ഒരു വിഷയം ഉണ്ടായത്. പെണ്ണുങ്ങൾ പല വീട്ടിലും പോകുമല്ലോ, അതുപോലെ ആണുങ്ങൾ അതുപോലെ പോകും. നാട്ടുകാരെ സഹകരിക്കുന്ന എല്ലാ വീടുകളിലും ആ പെണ്ണുങ്ങളുമായിട്ട് ആണുങ്ങൾ പോയി സഹകരിക്കുന്ന ഏത് നാട്ടോടൊപ്പം സന്തോഷേ? ആണുങ്ങൾ പോകുന്ന നിങ്ങളുടെ കൂട്ടുകാരുടെ വീട്ടിലും നിങ്ങളുടെ ആൾക്കാരുടെ വീട്ടിലും നിങ്ങൾ പോയി സഹകരിക്കുന്നിടത്തൊക്കെ ഈ പെണ്ണും അതുപോലെ സഹകരിച്ചുകൊണ്ടിരുന്ന അതാണോ നാട്ടു നടപ്പ് രീതി? നിങ്ങളുള്ളപ്പോൾ നിങ്ങളൊരു കൂട്ടുകാരനെ കൊണ്ടുവന്നു, അടുത്തിടവന്നു, പെരുമാറുന്നു, ഓക്കെ, എല്ലാ ഭാര്യമാരും ഓക്കെയാണ്. നിങ്ങളില്ലാത്തപ്പോൾ അതേ സ്വാതന്ത്ര്യത്തിൽ ഒരു ടൈമിങ്ങും ഇല്ലാതെ ഒരുത്തന്നെ വീട്ടിൽ താമസിച്ചാൽ ആൾക്കാർ മോശമായിട്ട് ആ സ്ത്രീ അല്ല ആ സ്ത്രീയുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ പരാതി എന്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു ചീത്തപ്പേരും കാര്യങ്ങളും ഉണ്ട്, എന്നെ അതിന് മോചിപ്പിച്ച് തന്നാൽ അയാളുമായിട്ട് ജീവിക്കാൻ ഞാൻ തയ്യാറാണെന്നാണ് അവരുടെ പരാതി. എനിക്ക് അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നുമില്ല, ആരുമായിട്ടും ബന്ധങ്ങളൊന്നുമില്ല. പിന്നെ ബന്ധമില്ല, ഈ ജീവിതത്തിൽ എനിക്ക് ഇനി മുമ്പോട്ട് പോകാൻ ജീവിക്കാൻ താല്പര്യമില്ല. അതെന്തായാലും അമ്മയെ വിളിക്കൂ, അമ്മ വരട്ടെ. അതിനകത്ത് ജിത്തുവിന് വലിയ വലിയ പരാതികളൊന്നുമല്ല. ഈ അടുത്തിടെ അവിടെ നടന്ന ചില പ്രശ്നങ്ങളും അതിലുണ്ടായ ചീത്തപ്പേരും ഒക്കെയാണ്. അതൊന്ന് മാറ്റണം, ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒഴിവാവണം. വെറുതെ അവിടെ എവിടെയും കേസ് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ വേണ്ടല്ലോ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഒരു രമ്യമായ രീതിയിൽ ഒന്ന് പരിഹരിച്ച് തന്നാൽ ഞങ്ങൾ സന്തോഷമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാണെന്ന് മാത്രമേ ആ കുട്ടിയുടെ പരാതി തന്നിട്ടുള്ളൂ. പക്ഷെ അമ്മ ഈ ഇദ്ദേഹത്തിൻ്റെ പരാതിയിൽ പ്രധാനമായിട്ട് ഇദ്ദേഹം പറയുന്നത് ഒരു കെട്ടിച്ചു കൊടുത്ത ഒരു പെണ്ണിനെ ഒരു ദിവസം എത്ര പ്രാവശ്യം ഈ അമ്മ വിളിക്കും? മാഡം, എൻ്റെ കിടക്കാടം കൊടുത്തിട്ട് എൻ്റെ മോളെ ഞാൻ കെട്ടിച്ചുവിടുന്ന വാടക വീട്ടിൽ കിടക്കുവാ ഞാൻ. ഈ കുട്ടി അന്ന് മുതൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചതാണ്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ആഹാരം കഴിക്കെടുക്കുമ്പം ഞാൻ എൻ്റെ കുഞ്ഞിനെ വിളിക്കും. മിക്ക ദിവസങ്ങളും വിളിച്ച് കിട്ടില്ലെങ്കിൽ ഞങ്ങൾ വണ്ടിയും വിളിച്ച് പോയിട്ടുണ്ട്. ആ പോകുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങൾ അങ്ങനെ യാദൃച്ഛികവശാൽ വണ്ടിയും വിളിച്ച് ചെന്ന് എൻ്റെ മോൻ ജോലിയും കഴിഞ്ഞ് വന്ന് ഞങ്ങളെല്ലാവരും ചെല്ലുമ്പം കാണുന്നിറങ്ങി ഇവള് മുറ്റത്തിരുന്ന് കരയുന്നു. സന്തോഷം ഒരു കോടാലിയും കൊണ്ട് ഓടി വരുന്ന എൻ്റെ മോനെ വെട്ടാൻ. അന്നോട് ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിലൊക്കെ ആ പരാതികൾ കിടപ്പുണ്ട്. സന്തോഷ് എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. അവർ സന്തോഷമായിട്ട് ജീവിച്ചാൽ ഒരിക്കലും ഞാൻ വിളിക്കത്തില്ല. ഇപ്പോൾ പുറത്ത് നിന്ന് തന്നെ സന്തോഷം വന്നിട്ട് എന്നെ അടിക്കാൻ വന്നിട്ട് നിൻ്റെ മോളെ ഞാൻ സ്വീകരിക്കാൻ തോന്നുന്നുണ്ടോടി, നീ കൊണ്ടു കിടന്ന് കൂട്ടിക്കൊടുക്കുമല്ലോ എന്ന് ഇപ്പം പുറത്തുനിന്ന് സന്തോഷം എന്നോട് ചോദിച്ചു. സത്യമായ ദൈവമേ സത്യം. അങ്ങനെ ഞാൻ ഇവിടെ നിന്നൊരു സെക്യൂരിറ്റി ആരാന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു സന്തോഷം പറയുന്നത് കേട്ടോന്ന്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇനി എനിക്ക് എന്തൊക്കെ കള്ളത്തരം പറഞ്ഞു പറഞ്ഞാലും ഞാൻ എനിക്ക് സാറും ചുമക്കാൻ വയ്യെന്ന് പറഞ്ഞത് ഉള്ളത് തന്നെ. ഞാൻ അടിക്കാൻ പോയില്ല. നിങ്ങൾ രൂക്ഷമായിട്ട് സംസാരിച്ചു. ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ട് നടന്ന എന്റെ കുഞ്ഞിനെ ഞാൻ കൂട്ടി കൊടുക്കുവാന്ന്. ഇപ്പൊ 4 മാസം കൊണ്ട് കൂലിവേലയ്ക്ക് പോവാ മാഡം. എന്റെ കൈ കൊടുക്കാനൊന്നുമില്ല. എന്നാലും എന്റെ വിധവാ പെൻഷനോ എന്തെങ്കിലും കിട്ടുന്നത് ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട് കൊടുക്കുന്നത്. ഇപ്പോഴും സ്കൂള് പറഞ്ഞ് തന്തയില്ലേ അവൻ, എന്തോ ചെയ്യുന്ന ചോര്. അസം എന്റെ കിട്ടിയത് ഞാൻ ചെരുപ്പായാലും ബാഗായാലും കുടയായാലും ഒക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അതിൽ കൂടുതൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ 4 മാസം ഒരു ചുരിദാർ വാങ്ങിച്ചോണ്ട് കൊടുത്തു. ചോദിച്ചു നോക്കും മാഡം, ഞാനിപ്പോ 4 മാസം കൊണ്ട് അവളുടെ കൂടെ. കാരണം അവള് കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോകും. അതിന് തള്ള ചിത്ത വിളിക്കും. ഞാൻ അവിടെ ഇവരുടെ എല്ലാം പിടിച്ചു വരയ്ക്കാൻ പോയി നിൽക്കുകയാണ്. ഈ കുഞ്ഞിനെ അയലൊത്തിരി വീട്ടിലാക്കിയിട്ട് പാനക്കൊത്തില്ല, അയലുകാരെ ചിത്ത വിളിക്കും. പിന്നെ ആ കുഞ്ഞിനെ കൊല്ലാൻ പറ്റുമോ? എന്നെ കൊണ്ട് ആ കുഞ്ഞിനെ നോക്കി സ്കൂളിൽ മേളിലൊരു വണ്ടി വരും, ആ വണ്ടിക്കകത്ത് കയറ്റി വിട്ടിട്ട് തിരിച്ചിറങ്ങി വരും. അത് എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. അല്ല എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്താമെന്ന് വെച്ചാൽ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ള വീട്ടിനകത്ത്. പലവട്ടവും സന്തോഷം പറഞ്ഞു സതിയായിട്ട് കൂടി ചേർന്ന് ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ അവളെ ഞാൻ കൊല്ലുമെന്ന് പലവട്ടവും സന്തോഷം പറഞ്ഞത്. ദൈവമേ സത്യമായ കാര്യമാണ്. ഞാൻ കേട്ട കാര്യങ്ങളാണ്, കേൾക്കാത്ത ഒരു കാര്യവും ഞാൻ പറഞ്ഞില്ല, കേട്ട കാര്യങ്ങളാണ്. ഞാനൊരു ദിവസം ജിത്തുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു ദിവസം ജിത്തു മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ജിത്തു ഈ കാര്യങ്ങളൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല. ഈ മൊബൈൽ വിളിച്ചാൽ കിട്ടത്തില്ലെങ്കിൽ ഞാൻ എവിടെ നിന്നെങ്കിലും കടം മേടിച്ചെൻ്റെ കുഞ്ഞിനെ കാണാൻ പോകും. കാരണം ആ സാഹചര്യം അങ്ങനെ മാഡം ഉറുകുന്നിലോ അല്ലെങ്കിൽ ഈ കുളത്തുപള്ളിലോ മാഡം ആരെങ്കിലും രഹസ്യമായിട്ട് വന്ന് ഒട്ടുവിട്ടൊന്ന് അന്വേഷിപ്പിച്ച് നോക്കും ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും കള്ളമുണ്ടോയെന്ന്. അങ്ങനെ ചെന്നപ്പോൾ ജിത്തു ഇരുന്ന് മീൻ വെട്ടുന്നു. ഞാൻ കസേരയിൽ ചെന്നിരുന്ന് എന്തുവഴി ജിത്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മച്ചി ഇവിടെ പ്രശ്നമാണ്. അപ്പോൾ സമയത്തുണ്ട് ഓട്ടോയും കൊണ്ട് സന്തോഷം വരുന്നത്. ഞാനും ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സന്തോഷം കയറി വരുന്നത്. നമുക്ക് അമ്മച്ചിയോടെ എല്ലാം അങ്ങ് പറഞ്ഞോടി, നിൻ്റെ മോളെ ഇനി എനിക്ക് വേണ്ട, എനിക്ക് പിന്നെ അവൾക്ക് കഴിവില്ല, അങ്ങനെ ഇങ്ങനെ സരി പിന്നെ തോട്ടിൽ പോകുമ്പോൾ അങ്ങനെ ചെയ്യും, വനത്തിൽ പോകുമ്പോൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ തിരിച്ച് മാഡം പച്ചയ്ക്ക് തിരിച്ച് എനിക്കിനി ഭാര്യയെങ്കിൽ സരി മതി. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുന്ന നിനക്ക് സരി മതി, സതിയോട് ജീവിച്ചോ, എൻ്റെ കുഞ്ഞിൻ്റെ ഇടപാട് കീർത്തം കിട്ടരെ, ഇതേ ഞാൻ പറഞ്ഞോളൂ. രണ്ടുപേരെ ഒന്നിച്ച് നിർത്തണ്ട, നിനക്ക് ഇവിടെ ഇപ്പോഴും പറഞ്ഞ് അവൻ ഇവിടെ വേണ്ടെങ്കിൽ ശരി, വാങ്ങിച്ച മുതലും പിടിച്ചാൽ കുഞ്ഞിനെ ജീവിക്കാനുള്ളതും കൊടുത്തോട്ടെ. അത് തന്നെയാണ് അതിൻ്റെ രീതി സന്തോഷ്. കാരണം സന്തോഷ് ഇപ്പം
ബാധ്യത ഇത് വേണ്ട, ഇതിനെ ഞാൻ വെക്കത്തില്ല. ഇവരുടെ ഒരു മോൻ അജിത്ത് എന്ന് പറഞ്ഞ പയ്യനുണ്ട്. ഇവരെ കുത്താൻ പിച്ചാത്തിയും കൊണ്ട് ഓടിച്ച് കതവ് ചവിട്ടി ഒറ്റ കുത്തിനെ കൊന്നാണ് ഞാൻ പിടിച്ച് മാറ്റിയില്ലെങ്കിൽ എന്തുകൊണ്ടാന്ന് വരും. ഇവരെ നിർത്ത്. ഇവിടെ അനീതിയുടെ ഭർത്താവ് അവർ ഇവനെ അടിക്കാൻ വേണ്ടി എത്ര പ്രാവശ്യം ഓടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ നല്ല സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ചെയ്യും. ഒരു മോൻ കുത്താൻ പിച്ചാത്തി കൊണ്ട് ഓടിക്കുവോ? എന്തുകൊണ്ട്? കല്യാണം കഴിഞ്ഞ് മരുമോളും മോനും മരുമോളും ആൽബം ഇവരെടുത്ത് അൽമാരി വെച്ച് പൂട്ടും. മോന്റെ ആൽബം, ആ പെണ്ണിനുള്ള അവകാശം, ആ ആൽബം ചെക്ക്, അവന്റെ ചെക്ക് ലീഫ് ഇവരെടുത്ത് പൂട്ടും. അതേപോലാണ് എന്റെ ജീവിതം തകർത്തത്. അതേപോലാണ് സ്വകാര്യ ജീവിതത്തിൽ കൈ എന്റെ ജീവൻ തകർത്തതാ. എന്റെ മോന്റെ നമ്പർ മാഡത്തിന്റെ കൈ തരാം. ഈ പറഞ്ഞ എന്തെങ്കിലും സംഭവം ഉണ്ടെന്ന് മാഡം വിളിച്ചു വരും. ഞാൻ ഇന്ന് എന്റെ ഇളയ മരുമോന്റെ ചെലവിലാണ് താമസിക്കുന്നത്. അവരിപ്പോ പറഞ്ഞേട്ടാ ഞാൻ അവളെ കൊല്ലുമെന്ന് പറഞ്ഞു. പറഞ്ഞോ? ആ എങ്കിൽ പറഞ്ഞെങ്കിൽ പറഞ്ഞേ ഉള്ളേ. സന്തോഷേ ദേഷ്യം വരുമ്പോൾ നമ്മൾ പല വാക്കും അങ്ങോട്ട് പറഞ്ഞു കാണും. അവർ പലതും അതിനേക്കാൾ കൂടുതൽ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവും. നമുക്കതൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ അരിച്ചു കുറുക്കി എടുത്തു വെച്ച് എത്ര വാക്കുകളാണെന്ന് എണ്ണിപ്പറക്കി വയ്ക്കാൻ പറ്റൂ. പല കാര്യങ്ങളും പറഞ്ഞു കാണും, അതല്ല പ്രശ്നം. പക്ഷെ ഒന്ന് മാത്രം സന്തോഷം ആലോചിക്കുക. സന്തോഷം ഇവിടെ വന്ന് ഇരുന്ന് മുതൽ ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ദേഷ്യം എന്നൊരു വികാരം കൊണ്ട് ഈ ലോകത്ത് ഒരു മനുഷ്യനും ഒന്നും സാധിച്ചതായിട്ട് ചരിത്രമില്ല. നമുക്ക് തോന്നും നമ്മൾ വളരെ ദേഷ്യത്തിൽ ഒരാളോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുമ്പം എല്ലാവരും നമ്മളെ ബഹുമാനിക്കുകയാണെന്ന് തോന്നും. പക്ഷേ ഒരാളുടെയും ബഹുമാനമോ സ്നേഹമോ അത് കിട്ടില്ല. ഒരാളിന്റെ ദേഷ്യത്തിൽ ഒരു ന്യായം ഉണ്ടാവണം. മനസ്സിലായില്ലേ? അങ്ങനെ കാണിക്കാൻ പാടില്ല. നിങ്ങൾ വേണ്ട. ഇത്രയും പേരുടെ മുമ്പ് വെച്ച് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് ആ പെണ്ണിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പെരുമാറും ഞങ്ങൾക്ക് ഊഹിക്കാം. നിങ്ങൾ ജീവിക്കുന്നതും ജീവിക്കാത്തോ നിങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനം. ആ കുട്ടി ഇവിടെ വന്നത് ഇങ്ങനെ ഒരിക്കലും അവര് ചെയ്ത ശരിയും നമ്മൾ പറയുന്നില്ല. നിങ്ങൾ പറഞ്ഞ തെറ്റുകള് മൊബൈൽ ഫോണിൽ ആ കുട്ടി എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ അമ്മ ഒരുപാട് പ്രാവശ്യം വിളിക്കുന്നു. നിങ്ങളുടെ പരാതി അവരുടെ ആങ്ങളയ്ക്ക് മാല കൊടുത്തത് നിങ്ങൾ പറഞ്ഞത് കണക്കിലെടുക്കണമല്ലോ. ആങ്ങളയ്ക്ക് മാല കൊടുത്തത് പരാതി. പിന്നെന്താണ് അവരുടെ പരാതി? വേറെ പിന്നെ സതി എന്ന് പറഞ്ഞ സ്ത്രീയുടെ അടുത്ത് നിങ്ങളെ കൂടുതൽ സ്വാതന്ത്ര്യത്തിന് അഴിച്ചുവിട്ടത് ഈ സ്ത്രീയാണ്. അത് നിങ്ങളുടെ പരാതി. വേറെന്താണ്? നിങ്ങളുടെ അമ്മ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചില്ല. അവർ ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുന്നു. കല്യാണം കഴിഞ്ഞ് പുതിയതായിട്ട് ചെന്ന സമയത്ത് അവരിങ്ങനെ മിണ്ടാതിരുന്നു. ഇതൊക്കെ തീർച്ചയായിട്ടും ആ സമയത്ത് നിങ്ങളുടെ ഒരു പ്രായത്തിലൊരു പുരുഷന് കല്യാണം കഴിഞ്ഞ് വന്നൊരു പെണ്ണിന് നിങ്ങളുടെ പ്രതീക്ഷ സങ്കല്പങ്ങളും കൊണ്ട് അതിൽ നിന്ന് കുറച്ച് വിഭിന്നമായിട്ട് പെരുമാറുന്നതിൻ്റെ പരാതികളൊക്കെ ശരിയാണ്. ആശുപത്രി നിങ്ങൾ നല്ലൊരു ആശുപത്രി കാശ് മുടക്കി നിങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അവർക്ക് വയറുവേദന ഉള്ളതുകൊണ്ട് കൂടി ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. നിങ്ങൾ അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ 7 മാസം കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പോൾ പ്രസവവും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്രയും ചിലവാക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയി. അതപ്പോൾ തീർച്ചയായിട്ടും ആ 7 മാസം കൊണ്ടുപോയി ഡോക്ടറുടെ ഒരു കൺസൾട്ട് ചെയ്തിട്ടുണ്ടാവും. അവർ പറഞ്ഞു വേണം ഇനിയിപ്പം പ്രസവം കോംപ്ലിക്കേറ്റഡ് അല്ല, നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത്രയും സാമ്പത്തിക ശേഷി ഇല്ലല്ലോ. പക്ഷെ അതൊരു കാരണമാക്കി വെച്ച് സിസേറിയൻ ഒപ്പിടാനില്ലാതെ നിങ്ങൾ നിന്നു. പിന്നെ നിങ്ങൾ ആ കറക്റ്റ് സമയത്തിന് അവിടെ ചെന്നപ്പം ആ വീട്ടുകാരത് പ്രതികരിച്ചു. അതും നിങ്ങൾ പരാതിയായിട്ടാണ് ഇവിടെ പറഞ്ഞത്. അതും കേൾക്കുന്നു. നമ്മൾ എല്ലാം കേൾക്കുകയല്ലേ സന്തോഷ്? അല്ലാതെ ഏകപക്ഷീയമായിട്ട് ഇവിടെ ഒരു തീരുമാനം എടുത്തിട്ടില്ല സന്തോഷം. എല്ലാവർക്കും മനസ്സിലാവും ഇത് രഹസ്യമായിട്ട് നമ്മൾ സംസാരിക്കുന്നതല്ല. ലക്ഷോപലക്ഷം ജനങ്ങൾ കാണുകയാണ്. മനസ്സിലായില്ലേ? അപ്പം ആ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു അച്ഛനും അമ്മയും ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ ഇടപെടാൻ ഒരു അതിർവരമ്പുണ്ട്. അതിനപ്പുറത്തോട്ട് ഇടപെടാൻ പാടില്ല. പക്ഷെ അപ്പുറത്തോട്ട് ഇടപെടേണ്ട അവസ്ഥയിലൊക്കെയാണ് പലപ്പോഴും അവരിടപെട്ടിരിക്കുന്നത്. വീട്ടിൽ വന്നിട്ട് മേളി അമ്മ മാത്രമേ ഉള്ളൂ. അവിടെ ഇവിടെ എന്തെല്ലാം ചീത്ത വാക്ക് അമ്മയെപ്പോട്ട് വിളിക്കുന്നത് അറിയാമോ? എന്നിട്ട് എന്താ പറയുന്നത് അറിയാമോ? ഇവര് തിരിച്ച് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കുന്ന പറഞ്ഞ ഭീഷണിപ്പെടുത്തിയിട്ട് അവർ ചെയ്യുന്നത് അറിയാമോ? അല്ല, അവര് എന്തെങ്കിലും ചെയ്താൽ എങ്ങനെ ഗാർഹികപ്പെടുത്തണം? അവരുടെ വീട്ടിൽ ഇവര് മേപ്പോട്ട് നോക്കിയാൽ ചീത്ത വിളിക്കും. തൊട്ട് അടുത്തടുത്ത് വീടാ. മേപ്പോട്ട് നോക്കിയാൽ ഓരോ ആശ്രമങ്ങൾ പറയുമ്പോൾ അവർ തിരിച്ച് പ്രതികരിക്കുമ്പോൾ രണ്ടും കൂടെ ഉടക്കൊണ്ടാകാൻ വേണ്ടി ആ സൈസ് സാധനം ഇവര്. അടുത്തടുത്ത് വീടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മാഡം അന്വേഷിച്ചിട്ട് തീരുമാനം എടുത്താൽ മതി. പ്രായമായവര് അവരുടെ കടമകളും കാര്യങ്ങളും കഴിഞ്ഞ് ഇനി എന്തോ ഉള്ള അവർക്ക് ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. ഇനി മക്കൾ നന്നായിട്ട് ജീവിക്കുക, കുഞ്ഞുങ്ങളെ വളർത്തുക, അവർ നന്നായിട്ട് എല്ലാ പിള്ളേരും വളരുന്ന പോലെ നന്നായിട്ട് വളരുക എന്നൊക്കെ ഉള്ളൂ. ഇതിനിടയ്ക്ക് നിയമം അറിഞ്ഞുകൂടാതെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയും. പിന്നെന്തുവാ? നമുക്ക് നമ്മുടെ ഒരു കാര്യമായിട്ടിപ്പം ക്ഷമയോടുകൂടി കേട്ടിരിക്കുന്ന ഒരു പുരുഷനല്ലെങ്കിൽ ഒരു കുടുംബത്തിലുണ്ടാകുന്ന പല കാര്യങ്ങളുമാണിത്. കാരണം എൻ്റെ ആങ്ങളയോടോ എൻ്റെ ഭർത്താവിനോടോ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ ചാടിക്കയറി നമ്മളെ ദേഷ്യപ്പെടും, നമ്മളോട് അനാവശ്യം പറയും. നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ന് തോന്നിയാൽ നമ്മൾ ആശ്രയത്തിന് മറ്റൊരാളിനെ തേടും. അങ്ങനെ ഒരു കൂട്ടുകാരിയെ പോലെ വിചാരിച്ചതിൻ്റെ പേരിലാണ് ഈ പെണ്ണ് നീ അനുഭവിക്കുന്നത്. ഒരു മധ്യസ്ഥയുടെ ഭാവത്തിൽ ചേച്ചി പറയണേ ചേച്ചി ഇങ്ങനെ ദേഷ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ഇവർക്ക് പറ്റിയ അബദ്ധം. എനിക്കായാലും അത് പറ്റും.
എന്റെ ഭർത്താവിനോട് മേഡം, എനിക്ക് ഇത് സംസാരിക്കാൻ സത്യാവസ്ഥ ഇതൊന്നും അല്ല. സത്യാവസ്ഥ ഇതൊന്നും അല്ല. സത്യാവസ്ഥ അറിയാതെ അവള് പക്ഷെ മേഡം സംസാരിക്കുകയാണ്. പറ്റില്ല. ഒരിക്കലും വരാം. സത്യാവസ്ഥ എന്താ പറയും? സന്തോഷം പറ. അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു. വരുത്തി തീർത്താണ് ഈ പെണ്ണ്. ഇങ്ങനെ വരുത്തി തീർത്തിപ്പോ ഏതവസ്ഥയിലെത്തി അത് പറ. ഈ സത്യാവസ്ഥ അറിയാതെ നിങ്ങൾ എല്ലാവരും സംസാരിക്കുന്നത്. സത്യാവസ്ഥ പറ, സന്തോഷം പറ. അത് പറയാനല്ലേ സന്തോഷം അവസരം തന്നിരിക്കുന്നത്. എന്താ സത്യാവസ്ഥ? ജീവിതം സാക്ഷി എന്ന ഈ ലോക് അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. ഫോൺ 0471 2386 5110.